രുക്മിണി മൈത്രേയൻ. എൻ്റെ സിനിമയെക്കുറിച്ച് ജസ്റ്റ് വലിയൊരു പെരിഫറലായിട്ടൊരു ഐഡിയയേ ഉള്ളൂ. ബിക്കോസ് യു ഹാഡ് സീൻ ഓൺലി ദി ട്രെയിലർ ആൻഡ് ദി സോങ്. അപ്പം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളെന്നും ഞാൻ ഭയങ്കരമായിട്ടും മോട്ടിവേറ്റഡ് ആകുന്ന ആൾ എന്ന ഒരു നിലയ്ക്ക് ഐ ജസ്റ്റ് കെയിം ടു ടോക്ക് അബൌട്ട് മൈ മൂവി. 26 റിലീസ് ആവാണ്, ലേഡി വിത്ത് ദ വിങ്സ്, സോഫി പ്രൊഡക്ഷൻ്റെ ബാനറിൽ. അപ്പം ഒരു ഫെമിനിസ്റ്റ് മൂവിയാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ സൊസൈറ്റിയിലായിരിക്കണം എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളൊരു കാർഷിക കുടുംബത്തിൽ നിന്ന് ഒരു വ്യവസായ കുടുംബത്തിലേക്ക് വന്ന ട്രാൻസിഷൻ അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, സോ ഷീ സ്റ്റാൻഡിങ് ഓൺ ദി ത്രഷോൾഡ് ഓഫ് എ ട്രാൻസിഷൻ. ആ ഒരു ലെവലിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, ഒരു സാധാരണ സ്ത്രീ. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഷീ ഹാസ് എ ലോട്ട് ഓഫ് പ്രിവിലേജസ്. ഒരു സാധാരണ ഒരു തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കാം, എവിടെ വരെ എത്താം, വാട്ട് ഈസ് ഹെർ ഗോൾ ഇൻ ലൈഫ്, പർപ്പസ് ഇൻ ലൈഫ് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് യു കൻ സേ അബൌട്ട് ഇറ്റ്? ഞാൻ ഒന്നാമത് ആദ്യമേ സ്ത്രീകൾക്കൊപ്പമാണ്. സ്ത്രീകൾക്കൊപ്പമാണ്. എനിക്കറിയാം, അതാണ് എന്റെ ബലവും. മൈത്രേനിലുണ്ടല്ലോ എന്നാണ് ഞാൻ എപ്പോഴും പ്രശ്നം. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൂടെ കടന്നു പോയിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും കടന്ന് അതിനകത്തു നിന്ന് ജീവിതത്തിനെ ഒന്ന് കാണാൻ പഠിച്ചത് എങ്ങനെയാണ് എന്ന് മറ്റുള്ളവരോടൊന്ന് പറയുക എന്നുള്ളതായിരിക്കും ഈ ടീമിനകത്തൂടെ ഉണ്ടാകുന്നതെന്ന് ഞാൻ അസ്യൂം ചെയ്യും. അപ്പോ അത്തരത്തിലുള്ളൊരു സംരംഭം ഇപ്പോൾ നിങ്ങൾ തന്നെത്താനാണ് ഇതെല്ലാം ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നിടം തൊട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതും അഭിനയിക്കുന്നതും എല്ലാം അതിനകത്ത് ഒരാള് അവരുടെ പറയാനുള്ളത് മറ്റുള്ളവരോടൊന്ന് കാണിക്കാനായിട്ടുള്ള ശ്രമം എന്നുള്ള നിലവാരത്തിൽ അതിൻ്റെ എല്ലാ വിജയത്തിനും പരാജയത്തിനും ഒരുപോലെ തന്നെ നമ്മൾ ഒപ്പം നിൽക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എടുത്തു പഠിക്കേണ്ട ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പാട്ടുകൾ കാണുമ്പോൾ നിങ്ങൾ ഒരു മിഡിൽ ക്ലാസിന്റെ യുക്തിക്കകത്ത് നിന്ന് മാത്രമല്ലാത്ത ഒരു സ്ത്രീകളുടെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു യുക്തി ഞാൻ കാണുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു എഫർട്ട് മറ്റ് സാധാരണഗതിയിലെ ഒരു സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ വരാറില്ല. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ഒരു കണ്ടുകൊണ്ടാണ് ആ സിനിമ ചെയ്യുന്നതെന്ന് അതായത് ഒരു സ്ത്രീ ഒരു മുറിവേറ്റ ഒരു മനസ്സിൽ വരുന്ന വ്യതിയാനങ്ങൾ അത് എവിടെ വരെ പോകും, അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. മിക്കവാറും ഒരു ഡിപ്രഷനിലേക്കോ ഒരു സൈക്കാട്രിക് പ്രോബ്ലത്തിലേക്ക് ചെന്നിട്ട് ആ ലെവലിൽ നിന്ന് തിരിച്ച് കയറി വരാൻ കഷ്ടപ്പെടുന്ന എൻ്റെ സഹപ്രവർത്തകർ, ഞാൻ മനസ്സിൽ കൂടെ ഉള്ളവരെ ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ അതുണ്ട്. ഡിപ്രഷൻ ഈസ് എ കോമൺ ഫാക്ടർ എന്നുള്ള പറയുന്ന പോലെ ഉണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന ആ ഒരു മുറിവിൽ നിന്ന് തിരിച്ചു കയറി വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. വൺസ് യു ആർ ഇൻ ദാറ്റ് പൊസിഷൻ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കം ഔട്ട്. ആൻഡ് ഒരു നോർമൽ സ്റ്റേജിലോട്ട് എത്തണമെങ്കിൽ യു നീഡ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് ഫ്രം ഇൻസൈഡ്. പക്ഷെ ഔട്ട്സൈഡിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു ട്രോമയിലെത്തി, അതൊരു കാക്കയുടെ മൈത്രേയൻ കണ്ടല്ലോ, ഒരു ദ ക്രോ സോങ് എന്ന് പറയുന്നത്. അവള് വളർത്താൻ നിർബന്ധിക്കപ്പെടുകയാണ്. ശരിക്കും വളർത്തില്ല, കാക്കയാരും വളർത്തുകയില്ല. നോബഡി ഈസ് പ്രിഫറിങ് ടു മേക്ക് എ ക്രോ ആസ് എ പെറ്റ്. ആരും ഇഷ്ടപ്പെടാത്ത കാക്ക നല്ലൊരു രീതിയിൽ നമ്മൾ ബലിയുടെ സമയത്ത് ആ കാക്കയൊന്ന് ഓർക്കുന്നത് പോലും, ബലിക്കാക്ക എന്നൊക്കെ പറയും. അപ്പം ഇതിൽ ഇലക്ട്രിക് ഷോക്കിൽ താഴെ വീണ്, ലൈനിൽ നിന്ന് താഴെ വീണ് കാക്കയെ വിളിച്ച് ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു ട്രോമ അവളുടെ പാർട്ണറിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഒത്തിരി പൊസസീവായിരുന്നു അവള്. ആ പൊസസീവ്നെസ് ബ്രേക്ക്, ആക്ച്വലി ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റിയാണ് ഈ പൊസസീവ്നെസ് അവളുടെ. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞു പറയും, ഭർത്താവല്ല ആക്ച്വലി, ഒന്നിച്ച് പൊറുക്കുക എന്നുള്ളൊരു നാടൻ രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ലിവിങ് ടുഗദറിൻ്റെ അർത്ഥത്തിലല്ല കേട്ടോ, ലിവിങ് ടുഗദറിൻ്റെ ഒരു ഗ്രാമീണ വേർഷൻ ആണല്ലോ ഈ ഒന്നിച്ച് പൊറുക്കുക. അപ്പോൾ ഒരു 7-8 വർഷമായിട്ട് ഒന്നിച്ച് പൊറുത്ത ഒരാൾ ചീറ്റ് ചെയ്യുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ ഒരു മുറിവിൽ നിന്നാണ് അവളി പിന്നെ ഈ കംപ്ലീറ്റ് സ്റ്റോറി പോകുന്നത്, സ്റ്റാർട്ടിങ് വിത്ത് ദാറ്റ്. അപ്പോൾ ഈ കാക്കയെ ഇവള് ശുശ്രൂഷിക്കുമ്പോൾ നാച്ചുറലി ഇവളുടെ സൈക്കെ അതിനകത്തോട്ട് ഞാനും ഒരു കാക്കയായി മാറുന്നു. എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ഇഷ്ടപ്പെടാത്ത കാരണം എനിക്ക് അതിൻ്റെ ഒരു പ്രത്യേകത ഒന്നുമില്ല, മീൻസ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് പോവുകയാണ്. അതാണ് ആ സ്റ്റോറിയുടെ ഒരു സ്റ്റാർട്ട് വരുന്നത്. ഇത് ഇപ്പം നിങ്ങൾ ഈ പറയുന്നത് ഒരു പൊതുവായി സ്ത്രീകൾ
എനിക്ക് തോന്നുന്നു ഒരു 60-70% സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കാര്യമാണ്. അതിനകത്തുനിന്ന് മോചനം നേടുക എന്ന് പറയുന്നതാണ് സംഭവിക്കാതിരിക്കുക. അതെ അതെ, ഇറ്റ്സ് നോട്ട് ഈസി. ആ മോചനത്തിൻ്റെതായിട്ടുള്ള ഒരു പാതയായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ സിനിമ എടുക്കുന്നത് തന്നെ നിങ്ങളുടെ ഒരു എന്താ പറഞ്ഞാൽ കഥാരിസ് അതിനകത്തുനിന്ന് കടന്നുപോയി അതിനകത്തുനിന്ന് മോചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്പ്രഷൻ എന്നുള്ള നിലവാരത്തിൽ തന്നെയാണ് ഞാനത് കാണുന്നത്. പർജിങ് ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ്. മറ്റു സ്ത്രീകൾ അത് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ സിനിമ കാണാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ആൾക്കാരെ അങ്ങനത് അത് പറഞ്ഞല്ലേ സിനിമ വിജയിക്കുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്കറിയില്ല. ഞാനും അത് ബോധേഡല്ല, വിജയം ബോധേഡല്ല. ഐ വോണ്ട് ടു സ്പീക്ക് സംതിങ്. റൂഫ് ടോപ്പിൽ നിന്ന് വിളിച്ചു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. മൈത്രേയൻ പറയുന്ന പോലെ, മൈത്രേയൻ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ, മൈത്രേയൻ ഇസ് നോട്ട് എ പേഴ്സൺ. ഐ ഫീൽ ഇറ്റ്സ് എ ഇമേജ്. അതൊരു ഇത് മെസ്സേജാണ്. മൈത്രേയൻ ഇസ് എ മെസ്സേജ് എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്, നോട്ട് ആസ് എ പേഴ്സൺ. അപ്പോൾ അതുപോലെ ഒരു മെസ്സേജാണ് ഐ വോണ്ട് ടു ജസ്റ്റ് യൂണിവേഴ്സിലേക്ക് വിട്ടു കൊടുക്കുക. വട്ട് ഹാപ്പൻസ് ഐ ഡോണ്ട് മൈൻഡ്. ഇവള് ഈ പറഞ്ഞ പോലെ ഈ മുറിവിൽ നിന്ന് ആദ്യത്തെ ഒരു മുറിവിൽ ഒരു സ്ത്രീക്കായാലും ഒരു എനിവേ ഒരു ഞാൻ ജെൻഡർ പറയുന്നില്ല, ഒരാളുടെ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടാലിയേറ്റ് മീൻസ് റിവെഞ്ച്, ടേക്ക് റിവെഞ്ച്. അപ്പോൾ അവള് റിവെഞ്ച് എടുക്കുവാണ്, അവളെ ചതിച്ചവരെ റിവെഞ്ച് എടുക്കുവാണ്. പക്ഷെ എൻഡ് ഓഫ് ദി റിവെഞ്ച് ഷീസ് റിയലൈസിങ് ദിസ് ഈസ് നോട്ട് വാട്ട് ഐ എം എക്സ്പെക്റ്റഡ് ടു. എനിക്കൊരു നോബിൾ കോസ് ഉണ്ടെന്ന് റിയലൈസ് ചെയ്യാൻ കുറേ സമയം എടുക്കും. ആ ഒരു ജേർണിയിൽ കുറെ കഴിയുമ്പോഴാണ് ഈ നോബിൾ കോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഒരാളിൽ മാത്രം ചുറ്റിഭ്രമണം ചെയ്യേണ്ട ആളല്ല ഞാനെന്നും, ഈ സോഷ്യൽ സ്റ്റിഗ്മ തരുന്ന ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു സൊസൈറ്റിയുടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഫാമിലി യൂണിറ്റിന് അപ്പുറത്തേക്കൊരു ജീവിതമുണ്ടെന്നും, ഒരാളുടെ ലൈഫ് ഈ ഫാമിലി യൂണിറ്റ് മാത്രമല്ലെന്നും മനസ്സിലാക്കുന്ന റിയലൈസേഷൻ ചെയ്യുന്ന ഒരു പോയിന്റിലാണ് ബ്രേക്കിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവളുടെ ഹോം തന്നെ അവള് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് ചെല്ലുന്ന വീട് തന്നെ അവൾ കത്തിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ കത്തിക്കുന്നത് ഒരു വെറും വീടല്ല, ഇറ്റ്സ് എ കോൺസെപ്റ്റ്. മൈത്രൻ എപ്പോഴും പറയുന്ന പോലെ എവരി ഫാമിലി ഈസ് എ ടോക്സിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോലെ ഒരു ഫാമിലിയിൽ ഞാൻ കണ്ടിടത്തോളം എല്ലാ ഫാമിലിയിലും 1-2 പേര് ഹൈലി ടോക്സിക് ആയിരിക്കും. കമാൻഡിങ്, വൺ ഈസ് ഒബേയിങ്, വൺ ഈസ് കമാൻഡിങ്. ആ സ്ലേവറി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അറ്റ്ലീസ്റ്റ് 1 or 2 persons വിൽ ബി എവരി ഫാമിലി. മേ ബി മദർ ആകാം, ഫാദർ ആകാം, സിബ്ലിംഗ് ആകാം, മേ ബി ഒരു അമ്മ, ഒരു ആൻറ്റി. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോകുമ്പോൾ ഒരു വ്യക്തിയുടെ വളർച്ചയാണ് അവിടെ നിന്ന് പോകുന്നത്. മെന്റൽ ഹൊറൈസൺ പോകാതെ ആ ഒരു ബൗണ്ടറിക്കകത്ത് നിന്ന് മാത്രം ചിന്തിക്കാൻ വേണ്ടി കെട്ടപ്പെട്ട ഒരു ഹൗസായിട്ട് ഒരു വീടാണ്, ഒരു യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നെങ്കിലും ഹോമില്ലാത്ത ഒരുപാട് ആരും പുറത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹോം ഈസ് ആക്ച്വലി റിയലി എ ടോക്സിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല, എൻ്റെ പേഴ്സണൽ ആണല്ലോ ഞാൻ പറയുന്നത്, പേഴ്സണൽ ആയിക്കൂടാന്നുമില്ല. അപ്പം ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിൻ്റെ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതാണ് ആ വീട് കത്തിച്ചിട്ട് പോകുന്ന ഒരു ട്രെയിലറിൽ വരുന്നുണ്ടല്ലോ. ഈ നിങ്ങൾ വീട് കത്തിച്ചു എന്ന് ആ ഒരു ഇതിന് ശേഷം എന്താണ് ചെയ്യുന്നത്, അവളെന്താണ് ചെയ്യുന്നതായിട്ടാണ്? അതെ, വീട് കത്തിച്ച് ഇവള് പോകുമ്പോൾ ഇവള് യാത്രയിൽ ഇവള് പല ആൾക്കാരെയും മീറ്റ് ചെയ്യുന്നു. ഒരു പാർട്ട്ണർ മാത്രമേ ആകാവൂ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ട്ണർ ഒരു വിവാഹം വരെ ആന്റി സോഷ്യലായിട്ട് ജീവിക്കുകയാണ് ഒരു ലേഡി. കുടുംബത്തിന്, സ്കൂളിൽ നിന്ന് നേരെ വീട്ടിൽ നിന്ന് നേരെ ആരെയും തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഒരുത്തൻ്റെ കൂടെ ഒരു സുപ്രഭാതത്തിൽ ഒരുത്തൻ്റെ കൂടെ അങ്ങ് ജീവിക്കാൻ നിർബന്ധിക്കപ്പെടും. പിന്നെ അങ്ങ് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ നിന്ന് അതിൽ നിന്ന് ഹൈ എക്സ്പെക്ടേഷൻ, ഓവർ എക്സ്പെക്ടേഷൻ. എൻ്റെ ഭർത്താവ് എനിക്ക് മാത്രം, എന്നെ മാത്രം നോക്കാവൂ, എന്നെ മാത്രമേ എൻജോയ് ചെയ്യാവൂ, എന്നെ മാത്രമേ ഇഷ്ടപ്പെടാവൂ, എന്നെ മാത്രമേ അപ്രീഷിയേറ്റ് ചെയ്യൂ. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നൊരു ബ്രേക്ക് വരുമ്പോൾ ഇതില്ലാത്തും രക്ഷയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ വരും. അപ്പോൾ അവളുടെ അതുവരെയുള്ള ടാലന്റുകളെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ കുടുംബം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ കഞ്ഞിയും കറിയും വെച്ച് അയാളെ ശുശ്രൂഷിച്ചിങ്ങനെ ജീവിക്കുന്നത്. അത് കഴിഞ്ഞത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അവൾ വേൾഡ് കാണുവാണ്, ഈ ലോകം കാണുകയാണ്. ലോകം എങ്ങനെയാണ്, ഒരു പാർട്ട്ണർഷിപ്പിനപ്പുറം ഫ്രണ്ട്ഷിപ്പ് എന്നൊരു സാധനം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഈ ലോകം ചുറ്റുന്ന ഒരു ഭയത്തോടു കൂടിയാണ് വീടിന് രക്ഷോട്ട് പോകുന്നത്. കാരണം പോലീസിന്റെ പിടിക്കാതെ ഇവള് കൊലപാതകം ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവനെ തട്ടിയെന്നാണ് ഇവളുടെ ഒരു വിചാരം. ആക്ച്വലി ആ സ്റ്റോറിയിൽ വേറൊരു ഇതാണ്. അപ്പോൾ ഇവളിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഷീസ് മറ്റുള്ളവരുടെ പ്രോബ്ലത്തിൽ ഇൻവോൾവ്. ഇപ്പം മൈത്രേയൻ ചെയ്യുന്ന പോലെ നെയ്ബേഴ്സിന്റെ പ്രോബ്ലത്തിൽ ഇൻവോൾവ് ചെയ്യുന്നു, സൊസൈറ്റിയുടെ പ്രോബ്ലത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന പോലെ ഈ
ഷീ സ്റ്റാർട്ടഡ് ഇൻവോൾവിങ് ഇൻ എവരി പ്രോബ്ലം. അതും ഷീസ് ലേണിങ്, ഇറ്റ് ഇസ് എ ലേണിംഗ് പ്രോസസ്. അപ്പോൾ എൻഡ് ഓഫ് ദി ഇതിലാണ് ഇവള് ചാരിറ്റി ലൈഫിലേക്ക് പോകുന്നത്. മറ്റേ ദിസ് ഈസ് എ നോബിൾ കോസ്, ദിസ് ഈസ് വാട്ട് ഐ എം എക്സ്പെക്റ്റഡ് ടു എന്ന് തോന്നുന്ന ഒരു ഒരു ചെറിയ ലോകത്തിൽ നിന്ന് അവൾ വലിയ ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൾക്ക് മരണവും ജീവനും ഒന്നും ഒരു വിഷയമല്ലാതെ ഒരു പോയിന്റിലേക്ക് എത്തും. ഇതാണ് കോൺസെപ്റ്റ്. നമ്മള് ശരിക്കും പറഞ്ഞ കുടുംബം എന്ന് പറഞ്ഞ എപ്പോഴും ഒരു സമൂഹത്തിന്റെ യൂണിറ്റ് എന്നുള്ള നിലവാരത്തിലാണല്ലോ കാണാറുള്ളത്. ആ കുടുംബം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് യൂണിറ്റ് ആയിട്ടാണ് സത്യത്തിൽ ഇപ്പം നിൽക്കുന്നത്. ഈ ബ്രിക്ക് പോലെയാണ് ആൾക്കാർ കാണുന്നത്. നമ്മൾ ചുടുകട്ട വെച്ച് വീട് പണിയുന്നു എന്ന് പറയുന്ന പോലെ ഓരോ കുടുംബവും ഓരോ ചുടുകട്ടയാണെന്നുള്ള നിലവാരത്തില് സത്യത്തിൽ അങ്ങനെയല്ല, കലർന്ന് നിൽക്കുന്ന ഒരു ലോകമാണ്. നിൽക്കേണ്ടതാണ്. പക്ഷെ ആ കലർന്ന് നിൽക്കുന്നതിന് പകരം പരമാവധി വാതിലടച്ച് അകത്തായി സേഫ്റ്റിയിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ ആന്തരികമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ആർക്കും ആരോടും പറയാൻ പറ്റത്തില്ല. പണ്ടേ പറയും മുണ്ട് മുറുക്കി കൊടുക്കുക, അയലത്തുകാരറിയണ്ട, നമ്മുടെ പ്രശ്നം നമ്മുടേത് എന്ന് മാത്രം പറയും. ഇതൊരു കോമൺ ആയ പ്രശ്നമാണ്. എല്ലാവരുടെയും ജീവിതത്തിനകത്ത് എല്ലാവരും പരസ്പരം തടവറയിലാക്കി, എല്ലാവരും അതിനകത്തുനിന്ന് ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ എൽബോ സ്പേസ് ഉള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്തെല്ലാം സ്പേസ് ഉണ്ടായിരിക്കുന്ന ഒരു ലോകം നിർമ്മിക്കുക എന്ന് പറയുന്നതിനാണ് ഇപ്പൊ ഞാനൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന മുഴുവൻ അതാണ്. സത്യമാണ്. ശരിക്കും ഞാനത് കണ്ടുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ ആകാമല്ലോ, പക്ഷെ ആകാനുള്ള സ്റ്റെപ്പ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഓൺലി എനിക്ക് റൈറ്റിംഗ്സിലൂടെ സ്റ്റോറിയിലൂടെ പറയാൻ പറ്റും. പക്ഷെ വാട്ട് യു ആർ റിയലി ഡൂയിങ് ഇറ്റ്, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കാര്യം അയൽവക്കക്കാരോട് മിണ്ടാൻ പോലും നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിലല്ല ഞാൻ ജനിച്ചത്. ഇപ്പം പിന്നെ എനിക്ക് ഫ്രീഡം ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ് യു ആർ ഡൂയിങ്. അല്ല, അത് നമ്മളും കൂടെ ചേർന്നുണ്ടാക്കുന്നതാണല്ലോ. ഇത് എല്ലാവരും ചേർന്ന് വാതിലടച്ച് അകത്ത് സേഫ് ആകുക എന്ന് പറയുന്ന വീട് സേഫ് ആണെന്നായിരുന്നു പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ കുട്ടികളുടെ ജീവിതമോ സ്ത്രീകളുടെ ജീവിതമോ എടുക്കുമ്പോൾ ഏറ്റവും അൺസേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അതെ, അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന വഴിയാണ് സാമൂഹികമായിട്ടുള്ള മറ്റ് മേഖലകളിലുള്ള ഇൻഫ്ലുവൻസസ് കടന്നു വരികയും വായു കടന്നു വരുന്ന ഇടങ്ങളായിട്ട് വീടുകൾ മാറേണ്ടതുണ്ടെന്നും അത് മനുഷ്യരുടെ റിലേഷൻഷിപ്പിനകത്ത് പണ്ടാണെങ്കിൽ ഒരാൾ പറയുകയും മറ്റുള്ളവർ അനുസരിക്കുകയും ചെയ്യുന്നതിടത്തായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തു നിന്ന് പോയിട്ട് രണ്ട് മനുഷ്യർ തമ്മിൽ പരസ്പരം തുല്യരായ മനുഷ്യർ തമ്മിൽ ഇടപെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി രണ്ടുപേരും ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി അടുത്ത ആളും പരസ്പരം മാറി തുടരുന്ന ഒരു ലോകത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെയാണ് ഒരു കൂട്ടായ പ്രവർത്തനമായിട്ട് വീടിനോടൊപ്പം ചുറ്റുപാടുമുള്ള മറ്റുള്ള വീടുകളും ഇതേപോലത്തെ വീടുകളാകുന്ന സമയത്ത് ഒന്നിച്ചു ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ സാമൂഹിക ജീവിതവും വീട്ടിനകത്തെ ജീവിതവും. അത് ഇൻസെപ്പറബിൾ ആണെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഞാനൊക്കെ ഇരുന്ന് പറയുന്നതിനകത്തുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് പൗരബോധമുള്ള മനുഷ്യരെങ്ങനെയാണ് വീടുകളിൽ കഴിയേണ്ടത്, നമ്മളിപ്പോഴും ഈ പ്രജാബോധമുള്ള മനുഷ്യരെങ്ങനെ വീടുകളിൽ കഴിയുന്ന യുക്തിയാണ് പഠിപ്പിക്കുന്നത്. അനുസരണയാണ് ഏറ്റവും വലിയ മൂല്യമായിട്ട് കാണും. മോറൽ സ്റ്റിഗ്മ കൊടുക്കുകയാണല്ലോ, ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം. ആൺകുട്ടി അത്ര ഉണ്ടോന്ന് എനിക്കറിയില്ല. പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം, മരം കയറാൻ പാടില്ല. അതല്ല, ആൺകുട്ടികൾക്കുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും ജനാധിപത്യപരമായി പെരുമാറുന്നത് പഠിപ്പിക്കപ്പെടുന്നില്ല. അവരെ അനുസരിപ്പിക്കുന്നതിന് വേണ്ടി ആണത്തുള്ള ആളായിട്ട് പെരുമാറണമെന്ന് മാത്രമേ ട്രെയിനിങ് ആണ് നടക്കുന്നത്. അതിന്റെ മുഴുവൻ എന്ന് പറഞ്ഞാൽ അത് കഴിയാതെ വരുന്നവരുടെ ട്രോമയും അതിന്റെ മുഴുവൻ വിഷമം അനുഭവിക്കുന്നവരാണ് പുരുഷന്മാര്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ വിക്റ്റിമാണ് ഈ സിസ്റ്റത്തിന്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവർക്ക് കഴിയാത്ത കാര്യങ്ങൾ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അത് പ്രിവിലേജസ് ആയിട്ടാണ് വരുന്നത്. പുരുഷന്മാർക്ക് പ്രിവിലേജസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് അതിന്റെ വിക്റ്റിം മുഴുവൻ അനുഭവിക്കും. കാരണം ഈ യഥാർത്ഥത്തില് ഒരു ഇപ്പൊ നമുക്ക് വരുമാനത്തിന്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണ്. രണ്ടുപേരും അധ്വാനിച്ചാൽ മാത്രം നടക്കുന്ന ലോകമായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ സങ്കല്പം എങ്ങനെയാണ്? പുരുഷൻ അധ്വാനിച്ചോണ്ട് വരുന്ന സ്ത്രീ അത് എന്റെ പാർട്ടാകുന്നു. പുരുഷന്മാരും പറയത്തില്ല എന്റെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയാണ്.
വൈഫ് വർക്ക് ചെയ്യുന്നൊന്നും പറയില്ല, പക്ഷേ ദിസ് മണി ഷുഡ് ഗോ ദർ. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു അതുകൊണ്ട് അനാവശ്യമായ ഉത്തരവാദിത്വം എടുക്കാൻ ബാധ്യതയും കൂടെ വരും. അതിന് മുഴുവൻ ട്രോമായി പുരുഷന്മാരെ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീടിനകത്ത് വീട്ടിലേക്ക് വരാതിരിക്കുന്നതായി ആണ് പലപ്പോഴും പുരുഷൻ. അങ്ങനെയാണ് ഈ സാമൂഹിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും കഴിഞ്ഞ ക്ലബും ഇതെല്ലാം ചെയ്ത് എങ്ങനെങ്കിലും രാത്രി ഒരു 10 മണി കഴിഞ്ഞ് മിനിമം ടൈം സ്വബോധത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അറിയുന്ന കാരണം കൊണ്ട് ബോധമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി മാത്രം ആലോചിക്കുന്ന പുരുഷന്മാരുടെ എണ്ണമാണ് ലോകത്തുള്ളത്. അതുകൊണ്ടാണ് വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത്. ലോകം മുഴുവൻ നമുക്കിത് കാണാം. അതിനൊരു ഡിഗ്രിക്ക് വ്യത്യാസം എന്ന് പറയുന്നത് ഇന്റൻസിറ്റി വ്യത്യാസം. ഇതിനകത്ത് മറ്റ് സ്ഥലങ്ങളിൽ മുഴുവനും ഈ മറ്റു വരുമാനവും മറ്റുള്ള സാമൂഹികമായിട്ടുള്ള ഈ നഗരങ്ങളില് വലിയ നഗരങ്ങൾ വന്നിട്ട് നമ്മൾ അൺനോൺ ആകുന്ന ഒരു സ്ഥലവും അറിയപ്പെടാതെ ഞാൻ ആരാണെന്ന് അറിയപ്പെടാതിരിക്കുന്നതിനുള്ള സ്പേസ്. പക്ഷെ നമ്മുടെ കേരളം ഇപ്പോഴും ഒരു വലിയ ഗ്രാമമാണ്. അതൊരു നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയൊരു ഗ്രാമമാണ്. എല്ലാവർക്കും ഇന്നും അറിയാവുന്ന തരത്തിലാണ്. അങ്ങനെ അറിയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നും ഉള്ളത്. അത് കാരണം കൊണ്ട് വലിയൊരു ഗ്രാമത്തിനകത്ത് പെട്ടുപോയാലുണ്ടാകുന്ന സകല ട്രോമയെ അനുഭവിക്കുക. അതുകൊണ്ട് ആണ് നമ്മൾ ഈ ഗോസിപ്പ് ചെയ്യുന്നവർ. നമ്മൾ ടെലിവിഷൻ എടുത്താലും പത്രം എടുത്താലും ഇതെല്ലാം അയലത്തെ വീട്ടിനെ പറ്റിയുള്ള കഥകൾ പറയുന്നവരാണ്. അങ്ങനെ നമ്മൾ ഈ സാമൂഹികമായ കൺട്രോളിനാണ് ഈ കഥകൾ മുഴുവൻ പറയുന്നത്. അപ്പുറത്തിരിക്കുന്ന ആളിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന നിലവാരത്തിൽ ഗ്രാമത്തിൽ പണ്ട് ചെയ്തിരുന്ന ഒരു സാധനമാണ്. അത് ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പരസ്പരം തടവറയിലാക്കി ആർക്കും സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നതാണ് ഐഡിയലായ സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതുമൊക്കെ നമ്മൾ അതായത് പരസ്പരം തടവറയിലാക്കി താക്കോല് ഇരുട്ടത്ത് കളയുമോ? അതാണ് അല്ല, സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അത് അതിനകത്തുനിന്ന് വളരെ അകലെയല്ല പുരുഷന്മാർ. അത് നമ്മൾ അങ്ങനെ അറിയേണ്ടത്. അല്ല, ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാം. അതിന് സംശയമൊന്നുമില്ല. പുരുഷന്മാർ പുറത്തിരുന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരായിട്ടിരിക്കുമ്പോഴും അവര് വ്യക്തിഗതമായി വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും തന്നെയാണ്. അതിനെ ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ബാച്ചിലേഴ്സ് പാർട്ടി ആഘോഷിക്കുന്നത് പുരുഷന്മാരാ. ജീവിതം തീർന്നു എന്നുള്ള നിലവാരത്തിലാണല്ലോ മറ്റേ അത് അങ്ങനെയാണ് അനുഭവിക്കുന്നത്. കെട്ടപ്പെടുന്ന ഒരു ബന്ധനസ്ഥനായി പോകുന്ന അവസ്ഥയിലാണ് അവർ വിവാഹത്തിനെ കാണുന്നത്. അതുകൊണ്ടാണ് ബാച്ചിലേഴ്സ് പാർട്ടി അവസാനം ഇത് ഘോഷിക്കുന്നിടത്തേക്ക് എത്തുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഈ വശം നമുക്ക് അറിയേണ്ടതുണ്ട്. വിക്ടിമായിരിക്കുമ്പോഴും എങ്ങനെയാണ് ഒരു മേല് കീഴുള്ള സമൂഹത്തിനകത്ത് മേൽത്തട്ടിലുള്ളവര് താഴെയുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടി അവരെ വിക്ടിമൈസ് ചെയ്യും. ആ താഴെയുള്ളവര് അതിന്റെ താഴെയുള്ളവരെ അതേപോലെ തന്നെ വിക്ടിമൈസ് ചെയ്യും. ഇങ്ങനെ വിക്ടിമൈസ് ചെയ്ത് താഴെ വരെ നിൽക്കുന്നതാണ് സംഭവം. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നടുക്ക് പെട്ടിരിക്കുന്ന എല്ലാ സെക്ഷനും ഒരേ സമയത്ത് വിക്ടിമായിരിക്കും, ഒരേ സമയത്ത് തന്നെ അതിന് ഓപ്രസറും ആയിരിക്കും. ഇത് രണ്ടും ഫേസ് ചെയ്യേണ്ടി വരും. ആകെ അല്പ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതെന്ന് പറയുന്നത് മേൽത്തട്ടിലുള്ള കുറച്ച് പേരാണ്. അവർ ആരുടെയും ഗെയ്സിലില്ലാതെ അധികാരം കൊണ്ടും ധനം കൊണ്ടും അവരും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത് വളരെ കുറച്ചൊരു ചെറിയൊരു വിഭാഗമാണ്. ടോപ്പ് ലെയർ മാത്രം. അവര് ഈ മുഴുവൻ സിസ്റ്റത്തിന്റെ ഗുണഭോക്താക്കളായിരിക്കുന്ന അവർ മാത്രമാണ്. മറ്റുള്ളവർ മുഴുവൻ അതിന്റെ വിക്ടിമായും കൂടെയാണ് നിൽക്കുന്നത്. അത് നമ്മൾ ഈ പോലീസുകാരുടെ ഒക്കെ ജീവിതം എടുത്താൽ മതി. സബ് ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് സർ എന്ന് പറഞ്ഞ് നിൽക്കേണ്ടി വരും. പക്ഷെ കോൺസ്റ്റബിളിന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് പെരുമാറും. കോൺസ്റ്റബിൾസ് ഇത് എവിടെ കൊണ്ട് തീർക്കാൻ നാട്ടുകാരുടെ മുഴുവൻ കാണിക്കും. ഇങ്ങനെ പറയുന്ന ഒരു ലോകത്തിന്റെ സിസ്റ്റമാണ്. അതെ, എനിക്ക് കിട്ടിയത് അവർക്കും കൊടുക്കണമെന്നുള്ളത്. അതെ, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം പീഡിപ്പിച്ച് എല്ലാവരും തടവറയിൽ കഴിയുന്ന ഈ സ്ഥലത്ത് നിന്ന് മനുഷ്യര് സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം നിർമ്മിക്കാൻ സത്യത്തിൽ കഴിയും. കാരണം നമ്മളിത് ലേൺ ചെയ്തുണ്ടായവരാണ്. അല്ലാതെ എനിക്ക് ഇന്റർപ്റ്റ് ചെയ്യാനുള്ളത് എഡ്യൂക്കേഷൻ സ്റ്റൈലിൽ നിന്ന് ഇതൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോഴും കാണാ പഠിപ്പിച്ച് ആൻസർ ചെയ്ത് എക്സാം കൊടുക്കുന്ന കുട്ടികൾ, ഇപ്പൊ ഇൻക്ലൂഡിങ് മൈസൺ, ഈ ഏറ്റവും നല്ല മെമ്മറി ടെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ എഡ്യൂക്കേഷനില്ലാത്ത ഇതൊന്നും വരുന്നില്ല. പേരൻസിന് അത്രയും ഇതില്ല. പിന്നെ എവിടെ ഇത് തുടങ്ങും? അതങ്ങനെ തന്നെയാണ്. ക്ലാസ് റൂമിനകത്ത് സംഭവിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. നമുക്ക് ഇപ്പൊ 75 വർഷമായി ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടായിട്ട്, അത്രയും നാളായിട്ട് ഇതുവരെയും ആ ഭരണഘടന വായിച്ചിട്ടില്ലാത്ത സ്കൂളുകളാണ് നമുക്കുള്ളത്. ഇതുവരെയും നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭരണഘടനയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നതെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമേ അല്ല. അത് അതിന് പുറത്തായപ്പോഴും ക്ലാസ്സിന് പുറത്താണ്. അവിടെ പഠിപ്പിക്കുന്നത് പരമാവധി നമ്മൾ
സർവ്വമത പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഐക്യത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അല്ല, പുതിയ പൗര നിർമ്മാണം എന്ന് പറയുന്ന ക്ലാസ് റൂമിൽ നടക്കുന്നേ ഇല്ല, വിഷയങ്ങൾ അറിയുന്നേ ഇല്ല. മൈത്രേനിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ ഈ മേഖലയ്ക്കകത്തുണ്ടായി നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബേസ് ചെയ്താ ഞാൻ ഇന്നത് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളൊരു 75 വർഷമായിട്ട് വിചാരിച്ചിരുന്നത് ആളുകള് നല്ല ആളുകൾ എന്നാണ്. അങ്ങനെയാണ് സൽഭരണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ വെച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ കറപ്ഷൻ ഒന്നും ഇല്ലാത്ത ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ല ഭരണം നടക്കും എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. ഇന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുണ്ടാകേണ്ട ഒരു പൗരനെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതേ അല്ല. ആളുകളെ നിയന്ത്രിക്കാനും കീഴടക്കാനും അവരെ ശിക്ഷിക്കാനും ഒക്കെ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഈ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പറ്റത്തില്ല. ഈ സിസ്റ്റം ഡിഫറെന്റ് ആക്കേണ്ടതുകൊണ്ട് ഇത് ജനാധിപത്യത്തിന് അനുസൃതമായിട്ടുള്ള പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒന്നാമത് ആരംഭിക്കേണ്ട ക്ലാസ് റൂമിലാണ്. നമ്മുടെ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ച് അവരിതിന്റെ കാരിയേഴ്സ് ആക്കി മാറ്റേണ്ട ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ മേഖല അഡ്രസ് ചെയ്യപ്പെടാതെ നമ്മൾ നിരന്തരം ഈ തടവറയിലേക്ക് ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് അവരവിടുന്ന് സ്വാതന്ത്ര്യത്തോടെ പെരുമാറുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആളുകളോട് ചോദിക്കും, ഈ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഉണ്ടായി 1950 ജനുവരി 26 ഭരണഘടന പ്രഖ്യാപിച്ചു. നമ്മൾ പൗരന്മാരായി മാറിയിരിക്കുന്നു. പക്ഷെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും കോടതിയിലോ വില്ലേജ് ഓഫീസിലോ അല്ലെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിലോ നമ്മൾ ചെന്നാലേ ഇന്നലെ വന്നത് പ്രജയും ഇന്ന് പൗരനാണെന്ന് അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരാളില്ല. പോലീസുകാർ അറിഞ്ഞിട്ടില്ല, ജഡ്ജി അറിഞ്ഞിട്ടില്ല, IAS അറിഞ്ഞിട്ടില്ല, ഇത് അനുഭവിക്കുന്ന പ്രജകളും അനുഭവിച്ചിട്ടില്ല ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം. ഇതാണ് പ്രശ്നം. ജനാധിപത്യപരമായിട്ടുള്ള പുത്തൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ പ്രീവിയസ് ഡേയിൽ ഒരു പ്രീസ്റ്റാണ് പുള്ളിയുടെ കാലിൽ തൊട്ട് വന്നിക്കുകയല്ല, പിള്ളേർ ബൈ ഫോഴ്സ് വരിക്ക് വന്ന് ചെയ്തേ വെക്കൂ. അത് ഏത് മതമായാലും മീൻസ് അധികാരം ഉറപ്പിക്കുന്ന സ്ഥലമായിട്ടാണ്, അതിനുവേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങള് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ എത്ര കാലഘട്ടം മുമ്പ് അത് മാറിയെന്നുള്ള കാര്യം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ അറിഞ്ഞിട്ടുള്ളത്? യുവർ ഓണറിൽ നിൽക്കുകയല്ലേ. ഈ ട്രാൻസ്ഫർമേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ജീവിതത്തിനെ പറ്റിയും ലോകത്തിനെ പറ്റിയും ഇത്രയധികം കൺസേൺ ആയിട്ടുള്ള ഒരു ജനത ശരിക്കും പറഞ്ഞ ലോകത്ത് അധികമില്ല. വലിയ ഒരു എന്താ പറയുക, ഉഴുന്നു മറിക്കൽ നടന്നിട്ടുള്ള ഒരു സമൂഹമാണ് കേരളം. അവിടെ ഇരുന്ന് ഇത് ഒന്ന് പറഞ്ഞ് അതിന് ലോകത്തിന് മാതൃകയായ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഇതിനെന്താ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഇടപെടൽ നമ്മൾ നടത്താതെ ഇതിന്റെ കാരിയേഴ്സ് ആയിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ ആ സിനിമയ്ക്കകത്തൂടെ പറയുന്ന പൗരബോധമുള്ള ഒരു സ്ത്രീ ആയാലും പൗരബോധമുള്ള ഒരു പുരുഷനായാലും ഉണ്ടായാൽ അവരെങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യും എന്ന് പറയുന്നതിന് അവരാ രൂപീകരണത്തിന് ഇപ്പൊ നമുക്കുണ്ടാകുന്ന സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ രൂപപ്പെട്ട ആൾക്കാരുടെ സാക്ഷരതാ പ്രവർത്തനം പോലെ. നമ്മള് അക്ഷരം കുട്ടിക്കാലത്തോട് പഠിപ്പിക്കുന്നിടത്തല്ല, പഠിക്കാത്ത ആൾക്കാർക്ക് നമ്മൾ സാക്ഷരതാ പ്രവർത്തനം നടത്തുന്ന പോലൊരു പ്രവൃത്തിയെ നമ്മുടെ ഈ സിനിമകൾക്കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റേതങ്ങനല്ല. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രൂപപ്പെട്ടാൽ മറ്റൊരു തരത്തിലല്ല, സ്വാഭാവികമായിട്ട് തന്നെ പൗരബോധമുള്ളവരായിട്ട് നമ്മൾ പെരുമാറിപ്പോകും. ഇതിപ്പോ അങ്ങനല്ല. നമ്മൾ ജീവിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഞാനൊരു പൗരനായില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുമ്പോൾ ആരും സമ്മതിക്കാത്ത അതിന്റെ മുഴുവൻ കോൺട്രഡിക്ഷൻ അനുഭവിക്കുന്നവരായിട്ടാണ് വരുന്നത്. മറ്റേതങ്ങനല്ല. ക്ലാസ് റൂമിനകത്ത് തന്നെ ആണും പെണ്ണും അല്ലാത്തവരും എല്ലാം ഉണ്ടെന്നുള്ള അറിവോടെ ഒന്നിച്ച് ഇണകളായിട്ട് എങ്ങനെയാണ് ഇടപെട്ട് ജീവിക്കേണ്ടതെന്ന് പഠിക്കുന്നതാണ് ഉണ്ടാകേണ്ടത്. അതിപ്പോ നിങ്ങളുടെ സിനിമ അങ്ങനത്തെ ഒരു നീഡിനെ എന്താ പറയണ്ടേ കാണിച്ചു തരാനായിട്ട് നിങ്ങളുടെ ജീവിതം ഇപ്പൊ നിങ്ങൾ ആ പറയുന്ന സമയത്ത് ഒരു മോചനം നേടുന്ന സമയത്ത് ഇതുപോലുള്ള പൗരബോധമുള്ള മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന കൊച്ചു ക്ലാസ്സിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് ആരംഭിക്കേണ്ടത്, വീടുകളിൽ ഡിസ്കസ് ചെയ്യുന്ന വീടുകൾ, പരസ്പരം പ്രശ്നങ്ങൾ സംസാരിക്കുന്ന വീടുകൾ. മറ്റേതങ്ങനല്ല. ഒരാളും ആ വിഷയം പറയത്തില്ല, മറ്റുള്ളവരോട് പറയരുത് നമ്മൾ പഠിപ്പിക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞില്ലേ, സംസാരിച്ചു കഴിഞ്ഞാൽ ഓൾക്കാരിക്ക് കറപ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റാതിരിക്കുന്നത്. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ തടവറയിലാണെന്നുള്ള തിരിച്ചറിവ് നേടി വരുമ്പോഴത്തേന് ജീവിതം കഴിഞ്ഞു.
അതിനകത്തുനിന്ന് സുബോധം വരുമ്പോൾ 40s ആവും. ഒറ്റയ്ക്കുള്ള തിരിച്ചറിവ് കൊണ്ട് സകല സഫറിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്ന ഒരു വെളിച്ചം മാത്രമാണ്. അതെ അതെ തടവറയിലാണ് ജീവിച്ചു പോയത്. ആണ്. മറ്റേതങ്ങനല്ല. ഈ തടവറയ്ക്കകത്ത് രൂപപ്പെടാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുട്ടിക്കാലത്ത് തൊട്ട് നമ്മൾ ഇത് ചെയ്താൽ. അതാണ് ഞാൻ പറയണമെന്നും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ സിനിമ ഈ ഇങ്ങനത്തെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ട്, ഈ തടവറയെ പറ്റി റിഫ്ലക്ട് ചെയ്യാനായിട്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മോചനത്തിനല്ല, എല്ലാവരുമായി ചേർന്ന് ചെയ്യേണ്ടതാണെന്നുള്ള അതിനകത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോ അത് പറയുന്നത്. കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് സിനിമ 26-ന് റിലീസാണ്. റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത്? തിയേറ്ററിൽ റിലീസാണ്. തിയേറ്റർ റിലീസ് ചെയ്യാൻ. ഓക്കെ. അപ്പം എനിക്ക് ആക്ച്വലി എൻ്റെ സിനിമയെക്കാളും സിനിമയിലെ പ്രൊമോഷൻ ആവശ്യമാണെങ്കിലും മൈത്രേനെ വല്ലപ്പോഴും ഒന്ന് കാണുക എന്നുള്ള ഇൻസ്പിറേഷൻ ഫോർ മീ. ഇനിയും അങ്ങനെയും ആൾക്കാരുണ്ടല്ലോ, തിങ്കിങ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും ഈ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക പറഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഒരു വലിയ കാര്യമാണ്. അല്ല, അത് നമ്മൾ കൊണ്ടല്ലോ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് ജീവിക്കാനായിട്ടുള്ള സ്പേസ് ആണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹം. അപ്പൊ ഞാന് വ്യക്തിപരമായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മോചനമല്ല, നമ്മൾ ഒന്നിച്ചാണ് മോചിക്കപ്പെടേണ്ടതെന്നുള്ള അറിവുള്ള ആളാണ് ഞാൻ. അങ്ങനെ മാത്രമേ അത് ആലോചിക്കുന്നത്. പണ്ട് കാലത്ത് പഠിപ്പിക്കുന്ന മുഴുവൻ ഒറ്റയ്ക്ക് ഈ ലോകത്തുനിന്ന് മോചിക്കുന്നതിനെ പറ്റിയാണ് എല്ലാ ഫിലോസഫിയും പഠിപ്പിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു, ഒറ്റയ്ക്ക് മോക്ഷം അന്വേഷിക്കുന്നു എന്ന് പറയുന്ന യുക്തിയായിരുന്നു. അതല്ല നമ്മൾ വേണ്ടത്. ഈ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് അനുകൂലമാക്കി ഏറ്റവും നല്ല തരത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ. ना भर्ता रक्षति यौवने, ना पुत्रो रक्षति वार्धक्ये, नारी रक्षेत् स्वयमेव.